ശ്രീമഹാദേവ്യൈ നമഃ. ശുഭ്രവസ്ത്രം ധരിച്ചു പ്രസന്നയായി, ശുഭ്രപുഷ്പമാല്യങ്ങളാൽ പൂജ്യയായി, അക്ഷമാലയും പുസ്തകം വീണയും കയ്യിലേന്തുന്ന സൗമ്യസ്വരൂപയായി ശ്രീ മഹാസരസ്വത്യൈ നമഃ. ശ്രീമൂകാംബികായൈ നമഃ. ശ്രീ വാഗ്ദേവി സ്വരൂപിണ്യൈ നമഃ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർക്കാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഇന്നു മുതൽ നമ്മൾ സപ്തമസ്കന്ധത്തിലെ 39-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ അധ്യായത്തിലെ ദേവിയുടെ പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ചും ദേവിയുടെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പുണ്യവ്രതങ്ങളെക്കുറിച്ചും ഡോലോത്സവം മുതലായിട്ടുള്ള വിവിധ തരത്തിലുള്ള ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ഉത്സവങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ അവലോകനം ചെയ്തു കൊണ്ടുവന്നത്. തുടർന്ന് അടുത്ത അധ്യായം 39-ാമത്തെ അധ്യായം ദേവിയുടെ പൂജനവിധികളെയാണ് ഇവിടെ ഈ അധ്യായത്തിലൂടെ പറയണത്. ഹിമവാന്റെ ചോദ്യത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. ദേവദേവി മഹേശാനി കരുണാസാഗരേ അംബികേ ബ്രൂഹി പൂജാവിധിം സമ്യഗ്യഥാ വദധുനാ നിജം. ജഗദംബികെ, കരുണാസാഗരെ, അവിടുത്തെ പൂജാവിധികൾ വിധിയാം വണ്ണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഹിമവാൻ ചോദിക്കുന്നത്. അതനുസരിച്ച് ഹിമവാന ദേവി തൻ്റെ പൂജാവിധികളെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് അവലോകനം ചെയ്യാനുള്ളത്. ശ്രീദേവ്യ ഉവാച വക്ഷ്യേ പൂജാവിധിം രാജൻ അംബികായ യഥാപ്രിയം അത്യന്ത ശ്രദ്ധയാ സാർദ്ധം ശൃണു പർവ്വതപുങ്കവ. ഹേ പർവ്വതരാജൻ, അംബികയ്ക്ക്, ദേവിക്ക് പ്രിയപ്പെട്ട പൂജാവിധി എന്തൊക്കെയാണ് എന്നുള്ളതിനെ ഞാൻ പറഞ്ഞുതരാം. അത്യന്തം ശ്രദ്ധയോടുകൂടി അങ്ങ് അതിനെ കേട്ടാലും. ആദ്യമായിട്ട് പറയണു, എൻ്റെ പൂജ 2 തരത്തിലുണ്ട്. ബാഹ്യമെന്നും ആഭ്യന്തരം എന്നും ആണ് ഇതിനെ പറയുന്നത്. വൈദികവും താന്ത്രികവുമാണ് ഇത് എന്ന് പറയാണ്. മൂർത്തിഭേദമനുസരിച്ച് വൈദിക പൂജ 2 വിധത്തിലുണ്ട്. വൈദിക പൂജ വൈദിക ദീക്ഷയോടുകൂടിയ വൈദികരാണ് ചെയ്യേണ്ടത്. താന്ത്രിക പൂജ താന്ത്രിക ദീക്ഷ ഉള്ളവരെ ആശ്രയിച്ച് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള പൂജാ രഹസ്യം അറിയാതെ വിപരീതമായി ആരാണോ ചെയ്യുന്നത് അവർ മൂഢന്മാരാണ്. അവരെല്ലാ വിധത്തിലും അധപ്പതിക്കും ചെയ്യും എന്നവിടെ സാമാന്യമായിട്ട് പറഞ്ഞു കൊടുക്കും. 2 വിധത്തിലുള്ള പൂജകളാണ് അവിടെ പറയണത്. ഒന്ന് ബാഹ്യം, മറ്റൊന്ന് ആഭ്യന്തരം. 2 വിധത്തിലാണ് പറയണത്. ബാഹ്യം എന്ന് പറയണത് ആണ് നമ്മളുടെ തീർത്ഥാടനം, ക്ഷേത്രാടനം, ദേവിയെ ഒരു വിഗ്രഹത്തിൽ, പത്മത്തിൽ, വിളക്കിൽ, കലശത്തിൽ, പുസ്തകത്തിൽ, അങ്ങനെയുള്ള പല വസ്തുക്കളിലും ദേവിയെ ആവാഹിച്ച് ചെയ്യുന്നതായിട്ടുള്ള പൂജാതി കൃത്യങ്ങൾ. ആ പൂജ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് യഥാസമയം അങ്ങനെ പറഞ്ഞു പോവാം, സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ബാഹ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന പൂജകളാണ്. അപ്പം ഈ ബാഹ്യ പൂജയാണിത്. അടുത്തത് ആണ് ദേവിയുടെ പറയണത് ആഭ്യന്തരം. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന പൂജ. ഇതിനെ നമ്മൾ സാധാരണ അറിയപ്പെടുന്നത് മാനസപൂജ എന്ന് നമ്മൾ പറയും. മാനസപൂജ നമ്മുടെ ഉള്ളിൽ, അതായത് അവിടെ വിളക്കോ പടമോ പൂജയോ മാലകളോ ധൂപമോ ദീപമോ നൈവേദ്യമോ അങ്ങനെയൊന്നും ബാഹ്യമായിട്ട് യാതൊരു ചടങ്ങുകളും അവിടെ ഇല്ല. ഭക്തൻ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട്
തൻ്റെ ദേവിയെ ഉള്ളിൽ ധ്യാനിക്കുക, മാനസികമായിട്ട് ദേവിക്ക് പൂജകൾ ചെയ്യുക, മനസ്സുകൊണ്ട് പൂജയെ അർപ്പിക്കുക. മനസ്സിൽ സർവന്താര്യാമിയായിക്കൊണ്ട് ദേവി ഇരിക്കുന്നതായി മനസ്സിൽ ദേവിയെ തനിക്കിഷ്ടപ്പെട്ട രൂപത്തിൽ കാണുക. ആ ദേവിക്ക് താൻ എപ്രകാരം പൂജകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവോ അതുപോലെയുള്ള പൂജകൾ ചെയ്യുക. മാനസപൂജ ഏറ്റവും ശ്രേഷ്ഠമാണ് മാനസപൂജ എന്നൊക്കെയാണ് പറയണത്. കാരണം ബാഹ്യമായിട്ട് ചെയ്യുന്ന പൂജകൾക്ക് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പലതും നമ്മൾ ആഗ്രഹിച്ചതുമാതിരി വേണ്ടതുമാതിരി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം മന്ദാര പുഷ്പം കൊണ്ട് അല്ലെങ്കിൽ ചെമ്പകപ്പൂവ് കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ അതൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടണില്ല, നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം എന്താ ചെയ്യുക? മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊക്കെ പൂവാണോ അതുകൊണ്ട് നമ്മൾ പൂജ ചെയ്യേണ്ടി വരും, മാല കെട്ടേണ്ടി വരും. അതേമാതിരി ഒരു നവരത്നങ്ങൾ പതിച്ചതായിട്ടുള്ള വലിയൊരു സിംഹാസനത്തിൽ ദേവിയെ ഇരുത്തി പൂജിക്കണം, ആഗ്രഹം ഉണ്ടായാൽ മതിയോ? നവരത്നങ്ങൾ ഉള്ള സ്വർണ്ണ സിംഹാസനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എത്ര പേർക്ക് കഴിയുന്നതാണ് അല്ലേ? അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ബാഹ്യമായിട്ട് ചെയ്യുന്ന പൂജകൾക്ക് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് പലതും നമുക്കുണ്ട്. പക്ഷെ മാനസികമായിട്ട് ചെയ്യുന്ന പൂജയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഒരു ലിമിറ്റുമില്ല. എവിടെ ഇരുന്നാലും മനസ്സുകൊണ്ട് ചെമ്പകം കൊണ്ട് വേണമെങ്കിൽ ചെമ്പകം കൊണ്ട്, റോസ്, മന്ദ എല്ലാം നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂവ് കൊണ്ട് അല്ലെങ്കിൽ ചുവന്ന തെച്ചിപ്പൂവ് കൊണ്ട് നമുക്ക് ഏത് വിധത്തിൽ ദേവിയെ പൂജിക്കണോ പൂജിക്കാം. എത്ര വലിയ രത്നസിംഹാസനം വേണോ ദേവിക്ക് അർപ്പിക്കാം. എന്തൊക്കെ ആഭരണങ്ങൾ, അടകൾ നമുക്ക് സമർപ്പിക്കാം. നിവേദ്യങ്ങൾ എന്തൊക്കെ മനസ്സിൽ വിചാരിക്കലുണ്ടോ അതൊക്കെ ദേവിക്ക് സമർപ്പിക്കാം. അപ്പോൾ ഈ മാനസ പൂജയ്ക്കുള്ള ശ്രേഷ്ഠത എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സ് ദേവിയെ വിട്ട്, ജഗദംബയെ വിട്ട് അണുകിട മറ്റെവിടേക്കും പോകണില്ല. ആ മാനസപൂജയിൽ മനസ്സുകൊണ്ട് ദേവിയെ കണ്ടുകൊണ്ട് നേരിട്ട് പൂജിച്ചു കൊണ്ടിരിക്കുക ഈ മനസ്സ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊന്നും ഓർക്കണില്ല, മറ്റൊരു ചിന്തയ്ക്കും പോകുന്നില്ല. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളാണെങ്കിലും ജ്ഞാനേന്ദ്രിയങ്ങളാണെങ്കിലും വിഷയങ്ങളിലേക്ക്, ലൗകിക ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ആകർഷിക്കപ്പെടുന്നില്ല, പോകുന്നില്ല. അപ്പോൾ ഈ ഏകാദശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സ്. ഇതിനെയാണ് 5 5 10 1 11. അതിനെ ഏകാദശം. അപ്പോൾ ഏകാദശി വ്രതം എന്നൊക്കെ പറയണത്, ഏകാദശം എന്ന് പറയണത് ഇതാണ്. ഇതിനെ നമ്മൾ എവിടേക്ക് സമർപ്പിക്കണോ? എല്ലാറ്റിനെയും ദേവിയിലേക്ക് സമർപ്പിക്കണോ? ഇതെല്ലാം ഇപ്പോൾ ദേവിക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. ദേവിയെക്കുറിച്ചല്ലാതെ ഒന്നും കാണുന്നില്ല, ചിന്തിക്കണില്ല, ഒന്നും മനസ്സുകൊണ്ട് വിചാരിക്കണില്ല. അങ്ങനെയെല്ലാം സർവ്വതും ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള മാനസപൂജ, അതിനെയാണ് ഇവിടെ ആഭ്യന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യം, ആഭ്യന്തരം 2. ഇതിൽ ബാഹ്യം എന്നുള്ളത് അതിനെയാണ് ഇവിടെ 2 വിധത്തിൽ പറഞ്ഞിരിക്കുന്നത്, വൈദികമായിക്കൊണ്ടും താന്ത്രികമായിക്കൊണ്ടും. മറ്റേതിന് ആഭ്യന്തരം അഥവാ മാനസികത്തിൽ ഇതൊന്നും വരുന്നില്ല. അവിടെ നമുക്ക് ഒരു പൂജാരിയെ വിളിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഭഗവാന് മാനസപൂജ ചെയ്യിക്കാൻ കഴിയില്ല, അത് അവനവൻ സ്വയം ചെയ്യേണ്ടതാണ്. പക്ഷെ വൈദിക കർമ്മങ്ങളും താന്ത്രിക കർമ്മങ്ങളും അങ്ങനെയല്ല. വൈദിക കർമ്മങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ വൈദിക താന്ത്രിക കർമ്മങ്ങൾ പൂജ